Today in this video we are going to discuss about stability of submerged bodies. In the previous video we have seen about buoyancy, especially buoyant force. So what do you mean by buoyant force? Or what do you mean by force of buoyancy, or even you can call it as upthrust? It is the force tending to lift up a body due to an upward force opposite to the action of gravity. So again you can define another term related to this one, that is center of buoyancy. That means it is the point of application of force of buoyancy. എവിടെയാണോ force of buoyancy act ചെയ്യുന്നത് ആ പോയിന്റിനെ നമ്മൾ എന്ത് പറയും? Center of buoyancy. ഇതിന് രണ്ടിനെയും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കി. So Archimedes principle എന്താണ് പറയുന്നത്? When a body is immersed in fluid, either wholly or partially, it is buoyed or lifted up by a force equal to weight of the fluid displaced by the body. That is, force of buoyancy equal to weight of fluid displaced. നമ്മൾ ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ പ്രിൻസിപ്പിളിന്റെ മുകളിലാണ് ആക്ട് ചെയ്യുന്നത്. അതായത് force of buoyancy equal to weight of fluid displaced. Based on this, the principles of flotation is the weight of body floating in a fluid is equal to the buoyant force, which in turn is equal to the weight of the fluid displaced by the body. നമ്മൾ ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ കണ്ടതാണ് ഇതൊക്കെ അല്ലേ? Weight of body floating will be equal to force of buoyancy and that will be equal to weight of the fluid displaced. അപ്പോൾ എങ്ങനെയായാലും FB is equal to weight. ആ weight രണ്ട് രീതിയിലാവാം. FB is equal to weight of the body floating or FB is equal to weight of the fluid displaced by the body. ഇനി നമ്മൾ stability of submerged bodies നോക്കാണ്. So what do you mean by stability? Stability എന്ന് പറഞ്ഞാൽ whenever a body can come back to its original position, അത് തുടക്കത്തിൽ ഏത് പൊസിഷനിൽ ഏത് അവസ്ഥയിൽ ഉണ്ടായിരുന്നോ അതേ അവസ്ഥയിലേക്ക് അതിന് തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഫോഴ്സ് കൊടുത്ത് അതിനെ അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യിപ്പിച്ചു, പക്ഷേ വിത്തിൻ സെക്കൻഡ്സ് ഓർ വിത്തിൻ സം ടൈം ഇഫ് ഇറ്റ് ക്യാൻ റിട്ടേൺ ബാക്ക് ടു ദി ഒറിജിനൽ position, then we can say that that body is in stable condition. അപ്പോൾ ഏത് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാലും എന്തൊരു ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാലും അത് തിരിച്ച് അതിന്റെ പഴയ പൊസിഷനിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബോഡിനെ സ്റ്റേബിൾ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഇല്ല രീതിയിൽ നമ്മളൊരു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ഒരു ക്ലോക്ക് വൈസ് ആംഗിളിൽ ഒരു ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ ഏതൊരു ബോഡി ആണെങ്കിലും അതിന്റെ പൊസിഷൻ അനുസരിച്ച്, അതിന്റെ ബോയൻസി പോയിന്റ് അനുസരിച്ച്, അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി അനുസരിച്ച് ഏത് ബോഡിക്കായാലും ഒരു 3 കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ഒക്കെ ചെയ്യാം. ആൻഡ് ദാറ്റ് കണ്ടീഷൻസ് ആർ സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആൻഡ് ന്യൂട്രൽ ഇക്വിലിബ്രിയം. അപ്പോൾ ഈ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എപ്പോഴൊക്കെയാണ് ഒരു ബോഡിക്ക് ഉണ്ടാകുന്നത്? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എപ്പോഴാണ് സംഭവിക്കുന്നത്? ന്യൂട്രൽ ഇക്വിലിബ്രിയം എപ്പോഴാണ് സംഭവിക്കുന്നത്? ഇത് മൂന്നും ഒന്ന് നോക്കാം. സോ ദ ഫസ്റ്റ് വൺ ഈസ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. A body is said to be in stable equilibrium if a small angular displacement of the body set up a couple that tends to oppose the angular displacement of the body, thereby tending to bring the body back to its original position. അപ്പോൾ ഒന്ന് നോക്കാം. സപ്പോസ് യു ഹാവ് എ ബോഡി, ഫോർ എക്സാമ്പിൾ നമ്മളൊരു സബ്മേർജ്ഡ് ബോഡിയാണ് എടുക്കുന്നത് അല്ലേ? നമ്മൾ സ്റ്റെബിലിറ്റി ഓഫ് സബ്മേർജ്ഡ് ബോഡീസ് നോക്കുന്നുണ്ട്. നമ്മൾ സബ്മേർജ്ഡ് ബോഡി ഏതെങ്കിലും ഒന്നൊരു എക്സാമ്പിൾ എടുക്കാം. ഫോർ എക്സാമ്പിൾ സബ്മറൈൻസ് എടുക്കാം. ഈവൻ സബ്മറൈൻസ് ആണ് വെള്ളത്തിൻ്റെ അകത്താണ് അല്ലേ? അതേപോലെ ബലൂൺ എടുക്കാം. ബലൂൺ എവിടെയാണ്? എയറിൻ്റെ അകത്ത്. അപ്പോൾ എയർ എന്ന ഫ്ലൂയിഡിൻ്റെ അകത്ത് ബലൂൺ. Okay, suppose if you are taking a balloon such that its buoyancy point is this point, okay, and G is acting below B, somewhere over here. So you have 2 points over here. Force of buoyancy is acting at this point and weight of the fluid is acting at this point. So B is above G. So what happens is weight of the fluid act downward and force of buoyancy act upward. So now for this balloon, if you are going to give an angular displacement like this, what happens? This balloon will tend to move slightly downward to this direction. Okay, so see, it has changed its original position to this one, and see, this is a line of action and you have the buoyancy force moved from original position to this position, and gravity force moved from this position to this position. Slightly this has moved to this position and B has moved to this position. So again see how the forces are acting over here. Weight appadum thalekku thaneyana act cheyyunnathu, force appadum
മുകളിലോട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്, ഫോഴ്സ് ഓഫ് ബോയൻസി. അപ്പം വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ജീനെ ഇത് പുൾ ചെയ്ത് ബാക്ക് ടു ഈ പൊസിഷനിലേക്ക് തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കും. സിമിലർലി ഫോഴ്സ് ഓഫ് ബോയൻസി മുകളിലോട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഈ ലൈൻ ഓഫ് ആക്സിസ് നിന്ന് ഈ ഫോഴ്സ് ഓഫ് ബോയൻസിനെ പുൾ ചെയ്ത് എന്ത് ചെയ്യും? ഒറിജിനൽ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ നോക്കും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കാൻ ശ്രമിച്ചാലും ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഒന്ന് താഴോട്ടും, അതായത് വെയിറ്റ് താഴോട്ടും ഫോഴ്സ് ഓഫ് ബോയൻസി മുകളിലോട്ടും ആയതുകൊണ്ടും അത് എപ്പോഴും അതിൻ്റെ ബാക്ക് ടു ഒറിജിനൽ പൊസിഷനിലേക്ക് പോകാൻ ശ്രമിക്കും. സോ ഹിയർ സി, when FB is equal to W and B is above G, B Gക്ക് മുകളിലാണെങ്കിൽ always whenever we give an angular displacement, a couple will be created such that couple force ഇവിടെ ഏതാണ്? W and FB. അതെന്ത് ചെയ്യും? It brings back to its original position. So such type of displacement, or in this case the body can be said to be in equilibrium. ഇനി ഇതേ കേസ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, suppose see here the gravity, point of gravity, center of gravity is above force of buoyancy, center of buoyancy. Okay, അപ്പോൾ ഇവിടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സെൻറ്റർ ഓഫ് ബോയൻസിനെക്കാട്ടി മുകളിലാണ്, സെൻറ്റർ ഓഫ് ബോയൻസി താഴെയാണ്. അപ്പോഴും വെയിറ്റ് ഓഫ് ഗ്രാവിറ്റി, വെയിറ്റ് ഓഫ് ബോഡി എന്ത് ചെയ്യും? താഴോട്ട് ആക്ട് ചെയ്യും. ഫോഴ്സ് ഓഫ് ബോയൻസി എന്ത് ചെയ്യും? മുകളിലോട്ട് ആക്ട് ചെയ്യും. Now suppose if you give an angular displacement in clockwise direction, അതെന്ത് ചെയ്യും? ജി ഇവിടുന്ന് മെല്ലെ ഡിസ്പ്ലേസ് ചെയ്ത് കുറച്ച് ഇങ്ങോട്ട് പോകും, അതായത് ഈ പൊസിഷനിലേക്ക് പോകും. ഓക്കെ, ഇനി ബി എന്ത് ചെയ്യും? കുറച്ച് ഇവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്ത് ഇങ്ങോട്ട് പോകും, അപ്പോൾ ഈ പൊസിഷനിലേക്ക് എത്തും. അപ്പോൾ നോക്ക്, ഇവിടെ വെയിറ്റിൻ്റെ ഡയറക്ഷൻ താഴോട്ടാണ്, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മുകളിലോട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ വെയിറ്റിനെ തിരിച്ച് താഴോട്ടൊക്കെ തന്നെ വീണ്ടും കൊണ്ടുവരാൻ നോക്കും. അതേപോലെ ഈ സെൻറ്റർ ഓഫ് ബോയൻസിൻ്റെ ഫോഴ്സ് ഓഫ് ബോയൻസി മുകളിലോട്ട് പോകുന്നതുകൊണ്ട് എന്ത് ചെയ്യും? മുകളിലോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ബാക്ക് ടു ഒറിജിനൽ പൊസിഷനിലേക്ക് ഇതിന് വരാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും. ഈ വെയിറ്റ് മുകളിലോട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യൂ? ഒറിജിനൽ പൊസിഷനിലേക്ക് അതിന് തിരിച്ചു വരാൻ പറ്റുള്ളൂ. ആ വെയിറ്റ് മുകളിലോട്ട് ആക്ട് ചെയ്യില്ല, വെയിറ്റ് എപ്പോഴും താഴോട്ട് തന്നെ ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിന് ഒരിക്കലും എന്ത് ചെയ്യുക? വൺസ് അത് ഡിസ്പ്ലേസ്ഡ് ആയി കഴിഞ്ഞാൽ തിരിച്ച് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് വരാൻ പറ്റില്ല. സോ ദ കണ്ടീഷൻ ഈസ് ഇഫ് W equal to FB and B is below G, okay, a small angular displacement gives a couple in clockwise direction itself. ഇവിടെ ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ തന്നെയാണ് ഈ വെയിറ്റും FBയും കാരണമുള്ള കപ്പിൾ പോകുന്നത്. നേരത്തെ അൺസ്റ്റേബിൾ എക്വിലിബ്രിയം ആയിരുന്നെങ്കിൽ അത് തിരിച്ച് ആൻറ്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിലായിരുന്നു പോയിരുന്നത്. ഒരു പക്ഷേ ഇത് ആൻറ്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിലാണ് പോയിരുന്നതെങ്കിൽ ഇത് സ്റ്റേബിൾ ആയാണ്. ഇത് ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ തന്നെയാണ് ഈ വെയിറ്റും ഫോഴ്സ് ഓഫ് ബോയൻസിയും ആക്ട് ചെയ്യുന്ന, ആ കപ്പിൾ ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഇതെന്ത് പറയാം? ദിസ് ബോഡി ഈസ് ഇൻ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. നൗ നെക്സ്റ്റ് വൺ ഈസ് ന്യൂട്രൽ ഇക്വിലിബ്രിയം. ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നമ്മൾ ഇഫ് യു ഗിവ് എൻ എ സ്മോൾ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി, ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് എനി കപ്പിൾ ഓഫ് എനി കൈൻഡ്. അതായത് സപ്പോസ് യു ഹാവ് എ ബോഡി ലൈക്ക് ദിസ് ഹൂ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് സെൻറ്റർ ഓഫ് ബോയൻസി ഈസ് അറ്റ് ദ സെയിം പോയിന്റ്. Okay, that means F is equal to W and B and G are at the same point. ഇവിടെ എന്ത് ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാലും നമുക്കൊരു കപ്പിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, രണ്ടും ഒരേ പോയിന്റ് ആണ്. അപ്പോൾ ഇത്തരം ബോഡിയെ നമുക്ക് എന്ത് പറയാം? ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. അപ്പോൾ നമ്മളൊരു സബ്മേർജ്ഡ് ബോഡിയുടെ 3 സിറ്റുവേഷൻസ് നമ്മൾ കണ്ടു: സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആൻഡ് ന്യൂട്രൽ ഇക്വിലിബ്രിയം. സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആവുമ്പോൾ B should be above G, buoyancy, center of buoyancy should be above center of gravity. Unstable equilibrium ആവുമ്പോൾ center of gravity will be above center of buoyancy, and neutral equilibrium both center of gravity and center of buoyancy will be at the same point. Thank you.